എന്താ എന്താ പറ്റിയിടാ ആരോ എന്താ ആരോ എന്താ എന്താന്ന് പറ. ആരാ എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന? എന്റെ അമ്മയാണോ? അമ്മയാണോ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? എനിക്കിത് അറിയാൻ കഴിയുന്നില്ല. അമ്മ എന്നെ ഇല്ലാതാക്കിയിട്ട് അനുവിനെ ലക്ഷ്യമിടും. എന്താ എന്നോട് പറ. ഇവളെ എന്റെ അമ്മ ഇല്ലാതാക്കും. അനുവിനെ രക്ഷിച്ചേ പറ്റൂ. എന്താന്നൊന്ന് പറ. എന്താ നിനക്ക്? എടാ എന്താ? അനു, നമ്മളോട് ഇരിക്കുന്ന ആപത്ത് ഇപ്പൊ ഉണ്ടായ ഇടിമിന്നല് വീണ്ടും ഉണ്ടായേക്കാം. എടാ ഏതെങ്കിലും വണ്ടി ഇപ്പൊ വരും, നമുക്ക് അതിൽ കയറി പോവാം. ഇല്ലനോ, ഇല്ല. നീ പ്രതീക്ഷിക്കുന്ന ഒരു വാഹനവും ഇന്നിവിടെ വരില്ല. ആ വാഹനങ്ങളെല്ലാം എന്റെ അമ്മ വഴിതിരിച്ചു വിടും. എടാ എന്താ എന്താ നീ ഒന്ന് പറ. നമുക്ക് പോവാം. ഈ സ്ഥലം അപകടം നടന്നതാ. നമുക്ക് പോവാം. വാനു നീ ആരെയും നോക്കുന്നേ? അവിടെ പോലീസുകാരൊന്നും ഇല്ല. വേഗമാനു, വേഗമാ. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും കാവൽക്കാരനായ പിതാവേ, ഈ പിശാചിന്റെ സന്തതിക്ക് ചുറ്റുമുള്ള ഇരുട്ട് നീ നീക്കണമേ. അവൻ എവിടെയാണെങ്കിലും പൂർണ്ണതയോടെ ദൃശ്യനാകട്ടെ. ആമേൻ. അവൻ ദൃശ്യനാകട്ടെ, അവൻ ദൃശ്യനാകട്ടെ. ഇനി നിനക്ക് രക്ഷയില്ല. ഇനി ദൃശ്യനാകാതെ നിനക്ക് നിലനിൽപ്പില്ല. പിശാചിന്റെ സന്തതി, നീ ദൃശ്യനാകട്ടെ. നീ ദൃശ്യനാകട്ടെ. നീ ദൃശ്യനാകട്ടെ. എന്ത് പറ്റിയെന്ന് പറ. എന്താന്ന് നീ ഒന്ന് പറ പ്ലീസ്. എന്നിങ്ങനെ ടെൻഷൻ ആക്കാതെ. നിനക്ക് എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? പറ പ്ലീസ്.
നിനക്ക് എന്താ പറ്റുന്നതെന്ന് പറ പ്ലീസ്. എടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഞാൻ കുഴപ്പത്തിലാവും. പ്ലീസ്. എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? വെള്ളം വേണം, വെള്ളം. ഞാൻ എവിടെന്നെങ്കിലും വെള്ളം എടുത്തോണ്ട് വരാം. വാ പ്ലീസ് വാ. വൃന്ദേ, എന്തിനാ നീ കരയുന്നേ? വൃന്ദേ, അനുവിനെ അരവിനെ ഓർത്തിട്ടാണോ നീ കരയുന്നേ? ഞാനാണെങ്കി എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ കരയും വന്ന് നിൽക്കുക. എന്നിട്ട് ഞാൻ കരയാത്തത് നിങ്ങളൊക്കെ വിഷമിക്കലോന്ന് ഓർത്തിട്ടാ. ഇപ്പൊ നീ ഞങ്ങളെ കരയിപ്പിക്കാൻ പോവാണോ? എടി, നമ്മൾ അവരെ അന്വേഷിക്കല്ലേ. ഇവിടെ എവിടെങ്കിലും അവർ രണ്ടുപേരും ഉണ്ടാവും. അതെ, നമ്മള് കൂടെ ഇല്ലാതെ ആരവനെ കൊണ്ട് ദൂരേക്ക് പോകാനുള്ള ധൈര്യമൊന്നും അനുവിനില്ല. കിരൺ, അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വൃന്ദേ, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല.